ഹലോ, ഇന്നത്തെ റെസിപ്പി നമ്മൾ പോക്കറ്റ് ഷവർമേനെ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കനിലില്ലാത്ത ചിക്കന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പിട്ടിട്ട് ഒന്ന് ചിക്കൻ ലേശം വെളിച്ചെണ്ണയിൽ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ ബ്രെഡ് ഒന്ന് രണ്ടായിട്ട് ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഇങ്ങനെ നമുക്ക് വക്കുള്ള മൂടിയിട്ട് എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് മുട്ടയിലൊന്ന് മുക്കിയതിൻ്റെ ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് വേറെ പണിയൊന്നുമില്ല, ഇതൊന്ന് പൊരിച്ചെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് ബ്രെഡ് ക്രംസിലും കൂടി മുക്കിയതിൻ്റെ ശേഷം നമുക്കൊന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. മസാല എന്ന് വെച്ചാൽ നമ്മൾ ഷവർമ്മയ്ക്ക് റെഡിയാക്കുന്ന മാതിരി തന്നെ വേവിക്കൊന്നും വേണ്ട. പിന്നെ വെജിറ്റബിൾസ് ഏതൊക്കെയുണ്ടോ അതൊക്കെ എടുക്കുക. എൻ്റെ അടുത്തുള്ള ആകെ കുറച്ച് വെജിറ്റബിൾസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ കുറച്ച് കേബേജ്, കുറച്ച് ഉള്ളി, പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ, കുറച്ചൊരു ക്യാപ്സിക്കം കേട്ടോ. ക്യാപ്സിക്കം ഇവിടെ അധികം ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് മയോണൈസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് പോക്കറ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴാണ് ഇത് പോക്കറ്റ് ആവുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ബ്രെഡൊന്ന് കട്ട് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൊള്ളുള്ളൂ. ഞാൻ അങ്ങനെ കുറച്ച് നേരം ചിന്തിച്ചു, ഇതിൽ കുറേശ്ശല്ലേ കൊള്ളുള്ളൂ എന്നുള്ളൊരു ഇത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മാക്സിമം നിറക്കാൻ പറ്റുന്നത് നമ്മൾ നിറച്ച് വയ്ക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അതിൽ മാക്സിമം നിറച്ചോളൂ, എന്നാലേ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.